ഇന്ന് നമ്മൾ ഉപ്പുമാവ് കടലുപ്പേരി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കടലുപ്പേരിക്ക് കടല മുളപ്പിച്ചതാണ്. മുളപ്പിക്കാനായിട്ട് ഒരു ദിവസം രാത്രി നമ്മൾ കടല വെള്ളത്തിലിട്ട് വെച്ചു. പിറ്റേ ദിവസം അത് കഴുകി നന്നായിട്ട് വെള്ളം കളഞ്ഞ് ക്ലീനാക്കി വീണ്ടും അടച്ചു വെച്ചു, വെള്ളം ഒഴിക്കാണ്ട്. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം എടുത്തപ്പോഴാണ് ഇതുപോലെ മുള വന്നത്. അപ്പോൾ ചെറുതായിട്ടൊരു വഴുവഴുപ്പ് ഉണ്ടാവും, അതൊന്നും കൂടെ ഒന്ന് കഴുകിയെടുത്താൽ മതി, മുളയൊന്നും കളയാണ്ട് എടുക്കുക. പിന്നെ ഇതുപോലെ നെകക്കെ കുറേ വെള്ളം ഒഴിക്കണ്ട. പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഫസ്റ്റ് വിസിൽ വരുമ്പോൾ സിമ്മിൽ വെക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കടല വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇത്ര വെള്ളം ബാക്കി വന്നിട്ടുള്ളൂ, കുറേ വെള്ളത്തിൽ വെക്കേണ്ട കടല. പിന്നെ അത് ഉള്ളി കാച്ചാൻ പോവാണ്. അപ്പോൾ അതിന് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇതുപോലെ അരിഞ്ഞിട്ടാണ് ചേർത്തത് കേട്ടോ. ചതച്ച് ചേർത്തിട്ടില്ല. ചതച്ചിട്ട് വേണമെങ്കിൽ ചതച്ചിട്ട് ചേർക്കാം, ഇത് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ കടല നമ്മൾ ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തത്. പിന്നെ മുളക് പൊടിയും കുരുമുളക് പൊടിയാണ് ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. അപ്പോൾ മുളക് പൊടിക്ക് പകരം ചതച്ച മുളക് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ടോളൂ. ഇവിടെ ആ സമയത്ത് കറിവേപ്പില പൊട്ടിക്കാൻ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് കറിവേപ്പില ഇടാതിരുന്നത്. പിന്നെ നാളികേരം നമ്മുടെ ഇഷ്ടമുള്ള അത്ര ഇടാം കേട്ടോ. അത് 2 പിടി നാളികേരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഉപ്പിട്ടത് ഈ നാളികേരത്തിലൊക്കെ പിടിച്ച് നാളികേരത്തിനും ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കടല അതിലത്തെ വെള്ളം കളഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളപ്പിക്കുമ്പോൾ കടലയ്ക്ക് കുറച്ചും കൂടെ ഗുണങ്ങൾ കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ മുളപ്പിക്കാൻ എളുപ്പമാണ്. ഒരു രാത്രി നമ്മൾ അല്ലെങ്കിൽ പകലോ ഫുള്ള് വെള്ളത്തിലിട്ട് വയ്ക്കുക. പിന്നെ ആ വെള്ളം കളഞ്ഞ് കഴുകിയിട്ട് വെറുതെ അടച്ചു വയ്ക്കുക. വേണമെങ്കിൽ ഫ്രിഡ്ജിലും വയ്ക്കുക, അല്ലെങ്കിൽ പുറത്തും വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം മുള വരുമ്പോൾ എടുത്തിട്ട് ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ മുളപ്പിച്ച കടല ഉപ്പേരി ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.